ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കറുപ്പ്. സൂര്യണ്ണൻ്റെ അടുത്ത റിലീസാവാൻ പോകുന്ന പടമാണ് കറുപ്പ്. അതിൻ്റെ ടീസർ ഇന്ന് റിലീസാക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. സൂര്യണ്ണൻ്റെ 50ാമത്തെ ബർത്ത്ഡേ ആണ്. മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ സൂര്യണ്ണ. അപ്പോൾ ഇതിൻ്റെ കറുപ്പിൻ്റെ ടീസറിനെ പറ്റി പറയുവാണെങ്കിൽ, ഇതിൻ്റെ ഡയറക്ടർ ആർ ജെ ബാലാജി. നേരത്തെ ഇറങ്ങിയ സിനിമ എന്ന് പറഞ്ഞാൽ അറിയാലോ, മുക്കുത്തി അമ്മൻ. പുള്ളി ചെയ്യുന്ന ഒരു കോമഡി ടൈപ്പും പുള്ളിയാരാണ് പുള്ളിയുടെ സിനിമയിൽ ആക്ടറായിട്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സൂര്യ വെച്ച് പടം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു കോമഡി ട്രാക്ക്, ഒരു ഇമോഷൻ ട്രാക്കുള്ള പടം, അതായത് ജയ് ഭീം. അതിനകത്തെ ഒരു ഇമോഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട OTT റിലീസായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. സൂര്യയുടെ ആക്ടിങ് ആയാലും എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയായിരുന്നു. ആക്ഷൻ അല്ലായിരുന്ന പടം. അങ്ങനെ ഒരു പടമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിൻ്റെ ഒരു ഫ്ലോട്ട് നേരത്തെ അവർ വെളിവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അമ്പലം, അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു കേസ്, അതുമായിട്ട് അങ്ങനെ ഒരു ഫ്ലോട്ട് അവർ വെളിവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ ടീസർ ഉള്ള കാര്യം പറയാം, എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എൻ്റെ ടീസർ. ആകെ അതിനകത്ത് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇപ്പം കത്തി നിൽക്കുന്ന മ്യൂസിക് ഡയറക്ടറാണ് സായി അഭ്യങ്കർ. പുള്ളിക്കാരൻ്റെ മ്യൂസിക് എനിക്ക് കിടലിനായിട്ട് എനിക്ക് തോന്നി ഈ ഒരു പടത്തിനകത്ത്. ബാക്കി ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ എന്താ, ഈ ട്രെയിലറിൻ്റെ എഡിറ്റിംഗ് കൊള്ളാം. പക്ഷേ ഇതിനകത്തെ ആക്ഷൻ സീനുകൾ എനിക്ക് അത്ര പിടിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആക്ഷൻ സീൻ എനിക്ക് തോന്നുന്നു ഹരിയാണ് ആക്ഷൻ ചെയ്തതെന്ന് തോന്നുന്നു. അത്രയ്ക്കും ബോറ് ആക്ഷൻ സീൻ. ഇതിനകത്ത് അൻപർവ് അങ്ങാണ്ടാന്ന് തോന്നുന്നു ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ. മോശം കൊറിയോഗ്രാഫറാണ്. എനിക്ക് ടോട്ടലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ പെർഫോമൻസ് ബേസിൽ കൊള്ളാം. പക്ഷേ എൻ്റെ ആക്ഷൻ സീക്വൻസ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഇതിനകത്ത് കുറേ സിനിമയുടെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. പേര് മാണിക്കോ, എനിക്ക് മറ്റൊരു പേര് ഇருக்கு ഭാഷ. അതേപോലെ ഒരു റെഫറൻസ് ഇതിനകത്തും സൂര്യയുടെ പറയുന്നുണ്ട്. പിന്നെ ഗജനിക്കകത്തെ ഒരു റെഫറൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഫ്ലോട്ട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഈ കേസുമായിട്ട്, അമ്പലത്തിൻ്റെ കേസുമായിട്ട് പോകുന്നു. അതിൻ്റെ ഒരു സിസ്റ്റം ഇവരെ കൊണ്ട് പറ്റുന്നില്ല. അതായത് സൂര്യയെ കൊണ്ട് പറ്റുന്നില്ല. നിയമങ്ങളെല്ലാം അവർക്ക് എതിരെയായിട്ട് വരുന്നത്. പിന്നെ ഇൻ്റർവെല്ലിൽ അടുക്കുമ്പം പുള്ളി പ്രതികരിക്കാൻ ഇറങ്ങുന്നത് ഈ വിജയുടെയൊക്കെ സിനിമയുടെ കൂട്ട്. ഇതുപോലെ നമ്മുടെ കത്തി സിനിമയുണ്ടല്ലോ, കത്തിക്കകത്ത് ഒരു ഇതുണ്ടല്ലോ, ഒരു കോള കമ്പനി വരുന്നതും അത് കർഷകർക്കെതിരെയായിട്ട് അവരുടെ സിസ്റ്റം കൊണ്ട് പറ്റാതെ വരുമ്പം വിജയ് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു ഫ്ലോട്ട് ഉണ്ടല്ലോ, ആ ഒരു സെയിം ഫ്ലോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് കാന്താരയുടെയും മറ്റേ പുഷ്പ 2ൻ്റെയൊക്കെ റെഫറൻസ് വരുമെന്ന് തോന്നി. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കാന്താരയ്ക്കകത്ത് അവസാനം കണ്ടിട്ടുണ്ടല്ലോ, ഒരു ദൈവികം കിട്ടുന്ന രീതിയിൽ കാണിക്കുന്നുണ്ടല്ലോ. അതേപോലെ പുള്ളിക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ശക്തി കിട്ടുമായിരിക്കും അമ്പലത്തിൻ്റെ, അതൊക്കെ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം. പക്ഷേ ടോട്ടലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ടീസർ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ലെന്ന് പറഞ്ഞാൽ, പെർഫോമൻസ് നല്ലൊരു ആക്ടറാണ് സൂര്യ. പക്ഷേ പുള്ളിയുടെ ലൈനപ്പിൽ വരുന്ന പടങ്ങളെല്ലാം ബോർ പടങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. അമൽ നീരദിൻ്റെ ഒരു ഡയറക്ഷനിൽ ഒരു പടം വരുമെന്നൊക്കെ റൂമർ വന്നിട്ടുണ്ട്. അത് വന്നായിരുന്നെങ്കിൽ, അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പടങ്ങൾ വരുവാണെങ്കിൽ സൂര്യയൊക്കെ കിടലിനായിട്ട് കൊണ്ടുവരും. ഇപ്പം ജിത്തു മാധവൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ, ആവേശം, അതൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അതൊക്കെ എനിക്ക് ഒരു അനാവശ്യ പടം സെലക്ട് ആക്കലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആകെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് വെട്രിമാരൻ്റെ പടമായിരുന്നു. അതിപ്പം ലേറ്റായി പോവുകയും ചെയ്തു. ടീസർ കണ്ടിട്ട് ഈ പടവും ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം എനിക്കത്ര രസിച്ചില്ല ഈ ഒരു പടം, പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ്. അപ്പോൾ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.